ഇത് 2024 ന്യൂ ഷേപ്പ് അമേസാണ്. മാനുവൽ 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 24,812 കിലോമീറ്റർ. ടെസ്റ്റ് ഡ്രൈവ് കാറാണ്. ഇത് ആ കൂട്ടത്തിലുള്ളതല്ലേ? ഇത് ആ കൂട്ടത്തിലുള്ള. ഇത് മെമ്പറൊക്കെ പ്രത്യേകം ചെയ്തതാണ്, ആക്സറീസ് ചെയ്തതാണ്. ഈ GT എന്നുള്ള ഉദ്ദേശം ഇത് 2025 രജിസ്റ്റർ ചെയ്ത CNG മാനുവൽ പഞ്ചാണ്, ടാറ്റ പഞ്ച്. ഇത് 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോയിക്കൽ, കൊല്ലം കോയിക്കൽ എന്ന് പറഞ്ഞ ഭാഗത്താണ്. അതായത് രണ്ടാംകുറ്റി, ആ ഒരു രണ്ടാംകുറ്റി മൂന്നാംകുറ്റി ആ ഒരു ഏരിയയിലായിട്ടാണ് വരുന്നത്. ടാറ്റയുടെ ഷോറൂമിലാണ് വന്നിരിക്കുന്നത്. ഒരു മേള കണ്ടസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവർ. വരുന്ന 14-ാം തീയതി, ഈ മാർച്ച് 14-ാം തീയതിയാണ് അത് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ടെസ്റ്റ് ഡ്രൈവ് വണ്ടികളാണ് തോനെയും കിടക്കുന്നത്. അല്ലാതെ ഈ എടുത്ത് ഓടി ആൾക്കാർ കൊണ്ടുപോയി പാഴാക്കിയ ആ ടൈപ്പ് വണ്ടികളുടെ മേളയല്ല. അതുകൊണ്ട് തന്നെ കിലോമീറ്റർ ഒരു 30-15 എന്നുള്ള രീതിയിൽ മാത്രം ഓടിയിട്ടുള്ള വണ്ടികളുടെ മേളയാണ്. അപ്പോൾ അങ്ങനത്തെ വണ്ടികളുണ്ട്. പിന്നെ ഈ വർഷാവസാനമായിട്ടും പോകാതെ കിടക്കുന്ന വണ്ടികളുണ്ടല്ലോ, അത്തരത്തിലുള്ള വണ്ടികളുടെയൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു മേളയാണ്. അപ്പം അത്തരത്തിലൊക്കെ ഉള്ള വണ്ടികൾ എടുക്കാൻ ഒരു സുവർണ്ണ അവസരം വേണമെങ്കിൽ പറയാം. കാരണം ചില വണ്ടിക്കൊക്കെ 10 ലക്ഷം രൂപയുടെയൊക്കെ റിഡക്ഷൻ വരുന്നുണ്ടെന്നാണ് പറയുന്നത്, വലിയ വണ്ടികൾക്ക്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം അത്യാവശ്യം നല്ല എമൗണ്ട് വ്യത്യാസത്തിലൊക്കെ എടുക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്യുക. ഇവിടെ വന്ന് ബുദ്ധിമുട്ടി വണ്ടിയുടെ കാര്യങ്ങൾ നോക്കണ്ട, ജസ്റ്റ് വിളിച്ച് ചോദിച്ചാൽ മതി. വിളിച്ച് ചോദിച്ചിട്ട് ബുക്ക് ചെയ്യുമ്പം തന്നെ അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അത് തിരക്കുക, അതവർ ജെന്യൂനായിട്ട് പറയും. അപ്പം ആ കാര്യങ്ങളെ പറ്റി അറിഞ്ഞതിന് ശേഷം വരണമെങ്കിൽ മാത്രം വന്നാൽ മതി. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് വന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ബുക്കിംഗ് എല്ലാം മീൻസ് വിളിച്ച് പറഞ്ഞാണ് ബുക്കിങ്, ഇവിടെ വന്നിട്ടുള്ള രീതിയിലല്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ ഇരുന്ന് തന്നെ കാര്യങ്ങൾ മൊത്തം അറിഞ്ഞിട്ട് വരാം, വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ആ രീതിയിലൊക്കെ ഉപകരിക്കുന്ന ഒരു നല്ല വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. നമുക്ക് വണ്ടികൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം. ചില വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ആ വണ്ടികളിലൊക്കെ ഒന്ന് ജസ്റ്റ് അകമൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. കിലോമീറ്റർ ഓടിയതും കൂടിയൊക്കെ പറയാം. എന്നിട്ട് ഓഫർ എന്താണെന്നുള്ള, ഓഫറല്ല മീൻസ് ഈ മേള എന്താണെന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. സാറേ, ഈ മേള എന്ന് പറയുന്നത് ഇയർ ബാക്ക് വണ്ടി മാത്രമേ ഉള്ളൂ അതോ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി, ഇയർ ബാക്ക് വണ്ടികളും, അല്ലാതെ വേറെ യൂസ്ഡ് കാർ അങ്ങനെയുള്ള രീതിയിലല്ല? ഇതിനകത്തുള്ളത് ഹോണ്ടയുടെയും ടാറ്റയുടെയും ടെസ്റ്റ് ഡ്രൈവ് വണ്ടികളും ഇയർ ബാക്ക് വണ്ടികളാണ് ഉള്ളത്. അതിൽ ടാറ്റയുടെയാണ് ഇയർ ബാക്ക് വണ്ടികളൊരു 10 വണ്ടിയോളം ഉണ്ട്. പിന്നെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി നമുക്കൊരു 11 വണ്ടിയുണ്ട്. ഹോണ്ട വണ്ടികൾ 4 വണ്ടികളുണ്ട്. അതിൽ ഓട്ടോമാറ്റിക്കും മാനുവലും ഉണ്ട് ഹോണ്ടയിൽ. പിന്നെ നമുക്ക് EVയുടെ 5 EV നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് വണ്ടികൾ 2 ഉണ്ട്. ഈ കിടക്കുന്ന എല്ലാ വണ്ടികളും അതിനകത്തുള്ള? അതെ അതെ അതെ. അത് നമ്പറുള്ള വണ്ടികളില്ല, അത് കസ്റ്റമറുടെ വണ്ടികളാണ്. ഓക്കെ. അല്ലാതുള്ള ബാക്കി ഇനി വരാൻ, ഇനി ഡ്രൈവൊക്കെ പോയേക്കുന്ന വണ്ടികളാണ്. ഇവിടെ കിടക്കുന്നത് ഈ നമ്പറുള്ള വണ്ടികളില്ലേ. ഓക്കെ. ഈ ആക്സിഡൻറ്റ് കേസ് വണ്ടികളൊന്നും ഇല്ലല്ലോ? ആക്സിഡൻറ്റ് വർക്കൊക്കെ ചെയ്ത വണ്ടികളുണ്ടെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററിയിൽ നമ്മൾ ഹിസ്റ്ററി പറഞ്ഞു തരാം. ഈ വണ്ടി ഉണ്ടോ? ആ, ഇതെല്ലാം ഒരു 20,000-30,000 കിലോമീറ്റർ ഓടിയതാണ്. ഇത് സഫാരി ടോപ്പ് ആൻഡ് വേരിയൻ്റാണ്. 2024 രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. ഓക്കെ. എന്താണ് നിബന്ധനയുള്ളത്? ഹോണ്ടയുടെ വണ്ടികൾ രജിസ്റ്റർ ചെയ്യാത്ത വണ്ടികളാണ്. ടാറ്റയുടെ വണ്ടികൾ മാത്രമേ രജിസ്റ്റർ ചെയ്ത വണ്ടികളുള്ളൂ. ഓക്കെ. മറ്റേ നമുക്ക് പുതിയ വണ്ടി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് ഇറക്കാം. ബുക്കിംഗ് സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മുടെ ഇത് രജിസ്ട്രേഷൻ നേരെ മുന്നേ കൂട്ടി ചെയ്യണം. രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേലത്തിൻ്റെ അന്ന് വന്നാൽ മതി. അതായത് നേരിട്ട് വന്നിട്ടല്ല ബുക്ക്? അല്ലല്ല, നേരത്തെ ബുക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് നമ്പർ എടുത്തിരിക്കണം. ഓക്കെ. അപ്പോൾ ഈ രജിസ്ട്രേഷന് പൈസ ആവുമോ? രജിസ്റ്റർ ഫോണിൽ കൂടെ പൈസ ആവത്തില്ല, വരുമ്പോൾ പൈസ കൊണ്ടുവന്നാൽ മതി. കൊണ്ടുവന്നാൽ ഒരു 20,000 അടക്കേണ്ടി വരും ലേലത്തിന് മുന്നേ. എന്നാണ് ഡേറ്റ്? എന്താ? 14-ാം തീയതി. അതായത് മാർച്ച് 2026 മാർച്ച് 14. സാറ്റർഡേ. എത്ര മണി തൊട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നത്? 9:30 മുതലാണ്. 9:30 മുതൽ രജിസ്ട്രേഷൻ തുടങ്ങും. ഓക്കെ. ഇവിടെ വെച്ച് തന്നെയാണോ? നമ്മുടെ കോയിക്കൽ മുത്തൂരിൻ്റെ ഷോറൂമാണ്. കോയിക്കൽ, കൊല്ലം കോയിക്കൽ മെയിൻ ഷോറൂമിലാണ്. ഷോറൂമിനകത്തായിരിക്കും. 2024 ടാറ്റ സഫാരി ടോപ്പ് വേരിയൻ്റാണ്. ഏതാണ്ട് 37 അടുപ്പിച്ച് വില വരുന്നുണ്ട്. ഡാർക്ക് എഡിഷനാണ്. 34,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും റീപ്ലേസോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ട്? ഇത് ആക്സിഡൻ്റ് ഒന്നും പറ്റിയ വണ്ടിയല്ല. നമുക്ക് ക്ലെയിം വർക്കുകളൊന്നും ഇല്ല ഇതിന്. പുത്തൻ വണ്ടി എന്ന് പറയുന്ന രീതി എടുക്കാം. പക്ഷേ 10-30 ഓടി ടെസ്റ്റ് ഡ്രൈവ് എന്നുള്ള രീതിയിലാണ്. ഇത് 7 സീറ്ററാണ്. ഇത് സഫാരി പൊതുവേ 6 സീറ്ററും 7 സീറ്ററും വരുന്നത്. ഇത് 7 സീറ്ററാണ്. ഓക്കെ. വണ്ടി നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഇത് റേറ്റൊക്കെ എങ്ങനെയായിരിക്കും വരുന്നത്? ഇതിൻ്റെ പുതിയ വണ്ടി 35 lakhs എബോവ് 35 lakhs ഉണ്ട്. നമുക്കൊരു 10 lakhs മുകളിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടും ഇതിന്.
വരും. പിന്നെ ഈ ലേലം എങ്ങനെ ലേലം വിളി പോകുന്നത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാക്സിമം അന്ന് തന്നെ ഡീലാക്കി വിടാൻ പറ്റും. ഇത് 2024 ന്യൂ ഷേപ്പ് അമേസാണ്, മാനുവൽ, 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് മേജർ ആക്സിഡൻറ്റ് ക്ലെയിം ഒന്നും ഉള്ളതല്ല. വണ്ടി വേറെ ആൾക്കാരെടുത്ത് അങ്ങ് അലമ്പാത്തോണ്ട് അതിൻ്റെതായ വൃത്തി കിടക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ? ഇതെല്ലാം നീറ്റായിട്ട് തന്നെ യൂസ് ചെയ്യുന്നത്. എല്ലാ വീക്ക്ലി ഇൻറ്റീരിയർ ക്ലീനിങ്ങും എക്സ്റ്റീരിയർ പോളിഷൊക്കെ വരുന്ന കാറുകളാണ്. ഇത് റീപെയിൻറ്റ് അങ്ങനൊന്നും കാര്യമില്ലല്ലോ? ഇല്ല, ടച്ചിങ് ഉണ്ട്. ബമ്പർ കോർണറൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട്. അല്ലാതെ മേജർ ആക്സിഡൻറ്റ് ക്ലെയിം ഒന്നുമില്ല. പിന്നെ ഏതിൻ്റെ വേണമെങ്കിലും നമുക്ക് ഹിസ്റ്ററി എടുത്ത് തരാൻ പറ്റും, ഫോണിൽ കൂടെ തന്നെ തരാൻ പറ്റും. ഇതൊക്കെ ഏത് റേഞ്ചിൽ ചോദിക്കാം? ഇതിൻ്റെ പുതിയ വണ്ടി വരുന്നത് 12 ലക്ഷം രൂപ അടുപ്പിച്ച് വിലയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനിപ്പോൾ എങ്ങനെ ആയിരിക്കും? ഇത് നമ്മളൊരു ബേസ് പ്രൈസ് ഇടും. ഇതിൻ്റെ നമ്മൾ ബേസ് പ്രൈസ് ഇട്ടേക്കുന്ന 7 ലക്ഷം രൂപയാണ്. അപ്പോൾ അതിൽ നിന്നായിരിക്കും നമുക്ക് ലേലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ചിലപ്പം താഴെ പോകാനും മേളിലോട്ട് വരാനും ചാൻസ് ഉണ്ട്. ഹോണ്ട എലവേറ്റ് CVT ആണ്, ഓട്ടോമാറ്റിക്കാണ്. ഇത് അത്യാവശ്യം വലിയ വണ്ടി. ഇത് മൈലേജ് ഒക്കെ എന്താണ്? ഇത് 20 മൈലേജാണ് കമ്പനി പറയുന്നത്. ഡീസലോ പെട്രോൾ? ഇത് പെട്രോളേ ഉള്ളൂ. ഇത് എന്തോ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇതും 30 ആയിട്ടുണ്ട്. 30. ഏകദേശം എല്ലാ വണ്ടിയും ഒരേ റേഞ്ചിന് ഓടിയിട്ടുണ്ട്. വണ്ടികൾ കാണാനൊക്കെ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ടയേഴ്സ് 30 കിലോമീറ്റർ ഓടിയ ടയേഴ്സ്. ഓരോ വണ്ടി ഉത്തമ വണ്ടിയാണ്, വേറെ ഇതില്ലല്ലോ. ടെസ്റ്റ് ഡ്രൈവായിട്ട് ഓടുന്ന രീതിയിൽ 24,812 കിലോമീറ്റർ ടെസ്റ്റ് ഡ്രൈവാണ്. ഇത് നമുക്ക് പുതിയ വണ്ടിയായിട്ട് രജിസ്റ്റർ ചെയ്യാം. ഹോണ്ടയുടെ വണ്ടികളൊന്നും നമ്മൾ രജിസ്റ്റർ ചെയ്ത വണ്ടികളല്ല, പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാം. പുതിയ ലോൺ ഫെസിലിറ്റി ഉണ്ട്. അഡാസ് ലെവൽ 2. ഇത് 2025 രജിസ്റ്റർ ചെയ്ത CNG മാനുവൽ പഞ്ചാണ്, ടാറ്റ പഞ്ച്. ഇത് 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു ആക്സിഡൻ്റ് ഒന്നും ഇല്ലാത്ത ക്യാമോ എഡിഷൻ വണ്ടിയാണ്. ഇത് വരുമ്പോൾ എത്ര ആയിരിക്കും ചോദ്യം? ഇതിൻ്റെ പ്രൈസിങ് നോക്കേണ്ടി വരും. അത് ഞാൻ ഫോൺ വിളിക്കുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ. പഞ്ച് അല്ലേ? പഞ്ച് ഡുവൽ ടോണാണ്. ഇപ്പം നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടികളിലൊക്കെ ഈ സ്ക്രാച്ചൊക്കെ വർക്ക് ചെയ്തല്ലേ പോകും? ഇല്ല, ഇത് നിലവിൽ കാണുന്ന കണ്ടീഷനിലാണ് എല്ലാ കാറും സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത്. പിന്നെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യാം. ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യുമ്പോഴത്തേക്ക് ആ ഡിലേയും കാര്യങ്ങളും എല്ലാം വരും. ഓക്കെ. ഇത് എടുത്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം കസ്റ്റമർ ചെയ്താലും മതി. നമ്മളിപ്പോൾ ഈ നിലവിൽ കാണുന്ന കണ്ടീഷനിലാണ് വില പറയുന്നത്. പിന്നെ അതുപോലെ ഇത് CNG കാർ എന്ന് പറയുന്നത് നമ്മൾ ടാക്സി പർപ്പസിനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. സൺറൂഫ് ഒക്കെ ഉള്ള മോഡൽ, സൺറൂഫ് വരെ വരുന്ന മോഡലാണ്. 2024 37,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് മാനുവൽ നെക്സോൺ പെട്രോൾ ടോപ്പ് ആൻഡ് ക്രിയേറ്റീവ് പ്ലസ്. കളർ വെറൈറ്റി ഒരു കളർ. വണ്ടിക്കകത്ത് സീറ്റും എല്ലാം അങ്ങനത്തെ തന്നെയാണ്. ഇതിനകത്ത് വെന്റിലേറ്റഡ് സീറ്റ് എല്ലാം വരുന്നതാണ് ടോപ്പ് വേരിയൻ്റ്. ഇതിൽ എന്തെങ്കിലും റീപ്ലേസോ അങ്ങനെയുള്ള വർക്കുകൾ വന്നിട്ട്? ക്ലെയിംസ് ഉണ്ട്. ക്ലെയിം ഡീറ്റെയിൽ നമുക്ക് വിളിക്കുമ്പം പറഞ്ഞു തരാം. ഓരോ വണ്ടി ഏതാ വണ്ടി വേണ്ടതെന്ന് ഡീറ്റെയിൽ വേണ്ടതെന്ന് പറഞ്ഞുതരാം. ഫോണിൽ കൂടെ തന്നെ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. അതെ, അപ്പോൾ വന്ന് ബുദ്ധിമുട്ടുണ്ട്. അത് നേരത്തെ അത് മനസ്സിലാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. ഇത് ആ കൂട്ടത്തിലുള്ളതല്ലേ? ഇത് ആ കൂട്ടത്തിലുള്ള. ഇത് ബമ്പറൊക്കെ പ്രത്യേകം ചെയ്തതാണ്, ആക്സറീസ് ചെയ്തതാണ്. ഈ GT എന്നുള്ള ഉദ്ദേശം? അതെ, അത് ആ ഒരു ബമ്പറിൻ്റെ കൂടെ വരുന്ന ഒരു ബാഡ്ജിങ്ങാണ്. ഓക്കെ. ഇത് ഓട്ടോമാറ്റിക്കാണ്. DCA എന്ന് പറയുന്ന വേരിയൻ്റാണ്. അല്ല, DCA എന്ന് പറഞ്ഞ ട്രാൻസ്മിഷനാണ് വരുന്നത്, ഗിയർ ബോക്സ്. ഒരു പുതിയ വണ്ടി എടുക്കുന്ന പോലെ എടുക്കുക അല്ലേ? അതെ. ഇത് പിന്നെ ടാറ്റയുടെ എല്ലാം രജിസ്റ്റർ ചെയ്ത വണ്ടികളാണ്. ഓക്കെ. ഫ്രഷ് വണ്ടി പോലെ എടുക്കുകയും ചെയ്യാം, എന്നാൽ വലിയ അപാകതകളില്ലാത്ത വണ്ടികൾ കിട്ടുകയും ചെയ്യും. അതെ. ഇത് 2024. ഇപ്പോൾ ഈ വണ്ടിയൊക്കെ എടുക്കാൻ, ഇതിപ്പോൾ റെഡാണ്. എൻ്റെ ക്യാമറയിൽ എനിക്ക് ഒന്ന് കണ്ടിട്ട് ഓറഞ്ച് പോലെ കാണുന്നത്. ഇത് റെഡാണ് വണ്ടി. ഇതിപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ടേ ഇപ്പോൾ ഒരാൾ വിളിച്ച് തിരക്കി കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി എടുക്കുക എന്നുണ്ടെങ്കിൽ എത്ര ദിവസങ്ങളിൽ ഇതിൻ്റെ പരിപാടികൾ കഴിയും? നമുക്ക് ലോണിന് അവിടെ കൂടെ തന്നെ ആൾ കാണും. നമ്മുടെ ഷോറൂമിൽ തന്നെ ആ സ്പോട്ടിൽ അപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ കാണും. അപ്പോൾ ലോൺ വേണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ലോണിനാണെങ്കിൽ ഒരു 3 വർക്കിംഗ് ഡേയ്സ് എടുക്കും. ഡോക്യുമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് ആവാനായിട്ട് അതിൻ്റെ ഒരു താമസം വരും. പിന്നെ രജിസ്റ്റർ ചെയ്ത വണ്ടിയാകുമ്പോൾ വേറെ താമസങ്ങളില്ല. ഫണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഡെലിവറി ചെയ്യാം. റെഡി ക്യാഷ് ആണെങ്കിൽ സ്പോട്ടിൽ ഡെലിവറി കൊടുക്കുക. ഓക്കെ. അപ്പോൾ മേളയാണ്
കുറച്ചധികം വണ്ടികളേ ഉള്ളൂ. പിന്നെ കുറച്ച് വണ്ടികൾ വരാനുണ്ട്. കാണിച്ചു തന്നത് വളരെ 5-6 വണ്ടികളെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ. കാരണം അത്ര വണ്ടികളെ ഇപ്പോൾ ഇവിടെ ഇട്ടിട്ടുള്ളൂ. 14-ാം തീയതി ആകുമ്പോഴേ ബാക്കിയുള്ള വണ്ടികളെല്ലാം കയറും. അപ്പോൾ ഇവിടെ തന്നെയാണ് ഈ പരിപാടി നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ ബാക്കിലോട്ടൊക്കെ ആയിട്ടും പിന്നെ ഇതിനകത്തായിട്ടും ഇഷ്ടംപോലെ വണ്ടികളുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയാണ് അതിൻ്റെ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും ഇതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയ വണ്ടി എടുക്കുന്ന പോലെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.